വീണ്ടുമൊരു ക്രിസ്മസ് രാത്രി കൂടി. സങ്കടക്കടലുകൾക്കുമീതെ പ്രകാശിക്കുന്ന നിഴൽ പരത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യനായ ക്രിസ്തുവിൻ്റെ പിറവി ആഘോഷിക്കുകയാണ് ലോകം. ദൈവപുത്രൻ പിറന്ന മണ്ണിൽ നിലയ്ക്കാതെ പെയ്തുകൊണ്ടിരിക്കുന്ന ദുരിതത്തിൻ്റെ കണ്ണീർമഴ ക്രിസ്തുവിനെ വീണ്ടെടുക്കേണ്ടതിൻ്റെ അനിവാര്യത ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണത്തെയും മഞ്ഞിൻ്റെ ഡിസംബറിലെ ക്രിസ്മസ് വന്നിട്ടുള്ളത്. വെറുപ്പിൻ്റെ സാമ്രാജ്യങ്ങളെ ചെറുക്കാൻ ഇനിയും ഉയർപ്പുകൾ ഉണ്ടാവുമെന്ന് പ്രത്യാശിക്കുകയാണ് ലോകം. മനുഷ്യരെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഉത്സവം. ആ ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ ഒരാൾക്ക് സാധിക്കുക പരാതികളും പരിഭവങ്ങളും പകയും വെറുപ്പും മറന്ന് അകന്നുപോയവരെ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ്. ഉപാധികളില്ലാതെ അവർക്ക് പൊറുതി കൊടുക്കുമ്പോഴാണ്. ഗാസക്കെടുതിയുടെ 1-ാം വാർഷികത്തിലാണ് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നത്. ഗാസയിലെ കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങളിൽ മാർക്കർ കൊണ്ട് അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾ മാറിപ്പോകാതിരിക്കാൻ പേരെഴുതി വയ്ക്കുന്നതിനിടയിൽ നമ്മൾ കേൾക്കുന്നില്ലേ, റാമായിൽ ഒരു സ്വരമുയരുന്നു, റാഹേൽ തൻ്റെ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു എന്ന ദൈവവചനം. അവരൻ്റെ കൂടാരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന വിഭ്രാന്തിയും സങ്കല്പത്തിൽ നിന്നാണ് വൈരവും ശത്രുവും പിറക്കുന്നത്. കണ്ണിന് പകരം കണ്ണ് എടുക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്ത് അന്തർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നോർമ്മിപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ക്രിസ്മസ് ദർശനം. അപാരത പിള്ളക്കച്ച പൊതിഞ്ഞ ഭൂമിയുടെ വൈക്കോൽ കിടക്കയിലേക്ക് പ്രവേശിച്ച ക്രിസ്മസ് ദിനമാണ് വന്നുപോയത്. എന്തൊക്കെ ശീലകളിലാണ് അനശ്വരതയുടെ പ്രസാദത്തെ നമ്മൾ ചുറ്റിമറയ്ക്കുന്നത്. ആകാശം മണ്ണിനെ തൊടാനായുമ്പോൾ മണ്ണ് താനടർന്നു വീണ വീടിനെ ഓർക്കുന്നു. മറന്നുപോയതെല്ലാം കൊട്ടിയുണർത്താൻ വരുന്ന ഓർമ്മകളുടെ ഒരുത്സവം കൂടിയാണ് ക്രിസ്മസ്. മൂകതയും മരവിപ്പും കനം വെച്ചു നിന്ന 1-ാം ലോകമഹായുദ്ധക്കാലത്തെ ഒരു ക്രിസ്മസ് രാത്രി. പട്ടാളക്കാരുടെ ഒരു ടെൻറ്റിൽ നിന്നും സൈലന്റ് നൈറ്റ് എന്ന കരോൾ ഗാനം ഉയർന്നു കേട്ടപ്പോൾ ഹൃദയങ്ങളിൽ ഗൃഹാതുരത്വത്തിൻ്റെ വേലിയേറ്റമുണ്ടായി. ശത്രുപക്ഷത്തുള്ള ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും മറുപക്ഷത്തുള്ള ജർമ്മൻകാരും ആ ഗാനം ഏറ്റുപാടി. ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ ക്രിസ്മസ് സന്ദേശമായ ഈ ഗാനം ഈ AI കാലഘട്ടത്തിലും നമ്മുടെ ചുണ്ടുകൾക്കിടയിൽ നെടുവീർപ്പിടുന്നുണ്ട്. പരസ്പരം പൊറുക്കുവാനും സന്മനസ്സുള്ളവർക്ക് ലഭിക്കുന്ന സന്തോഷമാണ് ക്രിസ്മസ്. അനുരഞ്ജനത്തിൻ്റെ പാഠങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാതെ ഒരു ക്രിസ്മസ് ആഘോഷവും പൂർണ്ണമാവുകയില്ല. ഉണ്ണിയെ കാണാൻ വന്ന ജ്ഞാനികളെക്കുറിച്ച് അവർ മറ്റൊരു വഴി യാത്രയായെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ വക്രത നിറഞ്ഞ പഴയ വഴികൾ ഉപേക്ഷിച്ച് നന്മ നിറഞ്ഞ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങുമ്പോഴാണ് അനുരഞ്ജനം പൂർണ്ണമാവുകയുള്ളൂ. വിള്ളൽ സംഭവിച്ച ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് അനുരഞ്ജനം മറ്റൊരു തരത്തിൽ കൂടുതൽ ആഴത്തിലാകുന്നത്. അനുരഞ്ജന ശ്രമങ്ങൾക്ക് മുൻപ് മനുഷ്യനൊരു സമ്മാനമായി ദൈവം തൻ്റെ പുത്രൻ നൽകിയതുപോലെ പിണക്കങ്ങളുടെയും തർക്കങ്ങളുടെയും മഞ്ഞുരുക്കുന്ന ഒരു സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് കരുതി വയ്ക്കാം. ചാലക്കുടി സെൻറ് മേരീസ് ഫൊറോന ഇടവക ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവി കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ഫാദർ ജിബിൻ നായത്തോടൻ, ഫാദർ ഡിക്സൺ കാഞ്ഞുകാരൻ എന്നിവർ കാർമ്മികത്വം നൽകി. ദേവാലയം ചുറ്റി നടന്ന പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു.